അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവോപരി മേഖലകളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വമേധയായി എന്നോടും ഉപദേശിയ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അത്തരക്കാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബീഅ് അൽ മദ്ഖലി ഹഫിളഹുല്ലാ അദ്ദേഹം ഷിർക്കിനെതിരെയും ബിദ്അത്തുകൾക്കെതിരെ താക്കീത് ചെയ്യുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച് 21ഓളം ഹദീസുകളായി രചിച്ച ഒരു ഗ്രന്ഥമാണ് മുദക്കിറത്തുൽ ഹദീസ് അന്നബവി ഫിൽ അഖീദത്തി വത്തിബാ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഹദീസായി അദ്ദേഹം കൊണ്ടുവരുന്നത്, ഒരു പ്രബോധകൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ ഏത് മാർഗത്തിലൂടെയാണ് ക്ഷണിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന മൻഹജുദ് ദഅവതി ഇലല്ലാഹ് എന്ന ഹെഡിങ്ങിന് കീഴെ അദ്ദേഹം കൊണ്ടുവരുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ, ഇമാം നസായി, ഇമാം ഇബ്നു മാജ, ഇമാം ദാരിമി, ഇമാം അഹ്മദ് തുടങ്ങിയ ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ മൻഹജുദ് ദഅവതി ഇലല്ലാഹ് എന്ന തലക്കെട്ടിന് കീഴെ അദ്ദേഹം കൊണ്ടുവരുന്ന ഹദീസാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തോട് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ ഹദീസിൽ അടങ്ങിയിട്ടുള്ളത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ബഅസ മുആദൻ ഇലൽ യമൻ ഖാല ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലി കിതാബ്, നീ അഹ്ലി കിതാബിൽപ്പെട്ട ആളുകളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഫൽയകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അവരെ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന സത്യവാചകത്തിലേക്കാണ്, അത് സാക്ഷ്യം വഹിക്കുക എന്നതിലേക്കാണ്. ഫി റിവായ ഇലാ അൻ യുവഹിദുല്ലാഹ്, അല്ലാഹുവിനെ ഏകനാക്കുക എന്നതിലേക്കുമാണ് എന്നൊരു റിവായത്തും ഉണ്ട്. തുടർന്ന് പറയുകയാണ്, ഫഇൻഹും അതാഉക ലിദാലിക, അവർ നിന്നെ അതിൽ അനുസരിച്ചാൽ, ഫഅലിംഹും അന്നല്ലാഹു ഇഫ്തറള അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, എല്ലാ രാപ്പകലുകളിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മേൽ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ നീ അറിയിക്കുക. ഫഇൻ അതാഉക ലിദാലിക, അവരെ അതിലും നിന്നെ അനുസരിച്ചാൽ, ഫഅലിംഹും അന്നല്ലാഹു ഇഫ്തറള അലൈഹിം സദഖ, നീ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മേൽ സ്വതക്ക നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്വതക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കാത്താണ്. തുടർന്ന് തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, ധനാഢ്യരിൽ നിന്ന് പിടിച്ചെടുത്ത് ആ സമ്പത്ത് ധനാഢ്യരിൽ നിന്ന് പിടിച്ചെടുത്ത് അവരിലെ ദരിദ്രർക്ക് കൊടുക്കുകയും ചെയ്യും. ഫഇൻഹും അതാഉക ലിദാലിക്, അവർ നിന്നെ അതിലും അനുസരിച്ചാൽ അംഗീകരിച്ചാൽ, ഫഇയ്യാക വകറായിമ അംവാലുഹും, നീ അവരുടെ മുന്തിയ ധനത്തെ സൂക്ഷിക്കുക, അവരുടെ അനുവാദമില്ലാതെ അവരുടെ മുന്തിയ സമ്പത്തിനെ നീ എടുക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോടായി പറയുകയാണ്. തുടർന്ന് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഉത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കുക. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ആ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനുമിടയിൽ യാതൊരു മറയുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു